നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു പരിധിക്കപ്പുറം എന്നെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് പോലും പറ്റിയെന്ന് വരില്ല. അറിയാലോ നിനക്ക്. എവിടെയെങ്കിലും നീ എന്റെ കൈ നാണ്ടി മേടിക്കാതെ നോക്ക്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. അതുകൊണ്ട് നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. അനക്കെ നിനക്ക് സമാധാനമായല്ലോ? നമ്മൾ വന്ന് സന്തോഷത്തോടെ കുറച്ചു ദിവസം ഒരുമിച്ച് യാത്ര ചെയ്യാന്ന് കരുതിയിട്ടാ. അതിന്റെ ഇടയിൽ എന്തിനാ വെറുതെ വഴക്കും ബഹളമൊക്കെ? സന്തോഷത്തോടെയുള്ള യാത്ര ഞാൻ കാണിച്ചു തരാ ഇല്ലാത്തിനെ. ഒന്ന് പോടി അവിടുന്ന്. എന്റെ സ്നേഹം എത്ര കിട്ടിയാലും പഠിക്കാത്ത വല്ലാത്തൊരു ജന്മം തന്നെ. ഇനി അവളെ എവിടെ പോയി കണ്ടുപിടിക്കും? ഓഹോ, അപ്പൊ എന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ? നീ എന്റെ കണ്ണുപൊത്തുമ്പോ ഞാൻ തിരിച്ചറിയുന്നു നിന്റെ സ്നേഹത്തിന്റെ ചൂട്. ഞാൻ കണ്ണടച്ച് നിൽക്കുമ്പോ ഞാൻ കാണുന്നുണ്ട് ഒരു കാഴ്ച. എന്നെ അടുത്തറിയുന്ന, എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു പെണ്ണിന്റെ രൂപം. സന്ദീപ് പറഞ്ഞത് സത്യമാണോ? എന്ത്? എന്റെ സ്നേഹം നീ തിരിച്ചറിയുന്നുണ്ടെന്ന്. അത് ഞാൻ നിന്നെ കളിയാക്കി പറഞ്ഞതാ. കളിയാക്കി പറഞ്ഞെന്നോ? തന്നോടാര് പറഞ്ഞു എന്റെ കണ്ണുപൊത്താൻ? ഞാൻ കണ്ണുപൊത്തിയപ്പോ സന്ദീപ് എന്തിനാ എന്റെ കൈ കയറി പിടിച്ചത്? എന്തിനാ എന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞത്? നിന്റെ സ്നേഹം? പിന്നല്ലാതെ വേറെ ആരുടെ സ്നേഹം? എനിക്കറിയാം സന്ദീപ് അറിയാതെ എന്നോടുള്ള ഇഷ്ടം ഒരു നിമിഷത്തേക്ക് പുറത്തേക്ക് വന്നതാണെന്ന്. ഇഷ്ടോ? അതെ, ഇഷ്ടം. എന്തിനാ സന്ദീപേ ഇനി ഈ ഒളിച്ചുകളി? അതങ്ങ് തുറന്നു പറഞ്ഞൂടെ? സത്യം പറഞ്ഞ സന്ദീപ് ആദ്യമായി ഇപ്പൊ എന്നെ തൊട്ടപ്പോഴും അത് പറഞ്ഞപ്പോഴും എന്റെ മനസ്സിൽ കുളിരി കോരിയിട്ട പോലെയായിരുന്നു. എന്നാലേ ആ സുഖം വേണ്ട. എനിക്കൊരു അബദ്ധം പറ്റിയതാ. ചില അബദ്ധങ്ങള് മറ്റൊരാൾക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിക്കുമെങ്കിൽ ആ അബദ്ധങ്ങള് നല്ലതല്ല സന്ദീപ്. സന്ദീപിന്റെ ഈ ഒരു അബദ്ധം എന്റെ ജീവിതത്തിൽ ഇന്ന് ഓർമ്മിച്ചിരിക്കുന്ന ഒന്നാണ്. ഇതുപോലുള്ള അബദ്ധങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണമെന്ന എന്റെ പ്രാർത്ഥന. പ്രാർത്ഥനയോ? നിനക്ക് ഏതാണ്ട് പറ്റിയിട്ടുണ്ട്. അതെ, എനിക്ക് പറ്റി. ഞാൻ സന്ദീപിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. തന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അത് സാരമില്ല. ഇതുവരെ എനിക്ക് ചെറിയൊരു ഉറപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇതോടെ എനിക്ക് വിശ്വാസമായി സന്ദീപ് എന്നെ സ്നേഹിച്ചു തുടങ്ങുമെന്ന്. അനക്കെ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഒരു പെൺകുട്ടിയുടെ കൈ കയറി പിടിച്ചിട്ട് നിന്റെ സ്നേഹം, സ്നേഹത്തിന്റെ ചൂട് എന്നൊക്കെ പറയുന്നതാണോ അബദ്ധം? നമ്മളെ സ്നേഹിക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും ഒക്കെ ഞാൻ ഇന്നും സ്വപ്നം കാണാറുണ്ട്. ഇനിയും അതിന് ഞാൻ എത്ര നാള് കാത്തിരിക്കണമെന്ന് മാത്രം സന്ദീപ് പറഞ്ഞാൽ മതി. എത്ര വർഷം വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. എന്റെ കയ്യിൽ തൊട്ടതും പറഞ്ഞതും ഒക്കെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ. ഇത്രയും നാളും ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു. ഇനി അത് വേണ്ട.
എന്നെ ഇനിയും സന്ദീപ് ഒറ്റയ്ക്കാക്കുവോ? പറയാ, ഒറ്റയ്ക്കാക്കുവോ? ഇത് നമ്മുടെ രണ്ടാളുടെയും രണ്ടാം ജന്മോ. തൻ്റെ നെറ്റിയിൽ ഇതിനു മുമ്പ് 2 തവണ ഞാൻ സിന്ദൂരം ഇട്ടിട്ടുണ്ട്. അന്നൊക്കെ താൻ അരികിൽ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സകലെയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ആ അവസ്ഥയൊക്കെ മാറി, ജീവിതം മാറി, തിരിച്ചറിവുകളുണ്ടായി. എൻ്റെ ശരീരവും മനസ്സും ഇപ്പോൾ തൻ്റെ അടുത്ത് നിന്നുണ്ട്. അർച്ചന എന്ന എൻ്റെ പെണ്ണ് എന്നെ ശരിക്കും തോൽപ്പിച്ചോളൂ. എങ്ങനെയെന്നോ സ്നേഹമുണ്ട്. സ്നേഹിച്ച് എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഇപ്പോ എനിക്കൊരാഗ്രഹം തോന്നുക. എന്താ? ഒരു വിവാഹം കൂടി കഴിച്ചാലോ എന്ന്. അയ്യോ, അങ്ങനല്ല. ഈ നിൽക്കുന്ന, ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഈ ആളെ തന്നെ ഒന്നുകൂടി വിവാഹം കഴിച്ചാലോ എന്ന്. അതിനെ പശ്ചാത്താപമെന്നോ കുറ്റബോധമെന്നൊക്കെ വിളിക്കും. ഒരു വിവാഹവും കഴിക്കണ്ട. ഇത്ര നേരം ഞാൻ കേട്ടുനിന്ന സച്ചേട്ടന്റെ വാക്കുകളുണ്ടല്ലോ, അത് മതി. എനിക്ക് ഈ ജന്മം സന്തോഷിക്കാം. ഈ കരുതൽ മതി. സമാധാനത്തോടെ മരിക്കാം. ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത്. ഈ ആൾ ഇല്ലാണ്ടായ പിന്നെ ഞാനുണ്ടാവുമോ? ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച്, മരിക്കുന്നെങ്കിലും അങ്ങനെ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.